ഹലോ, ഇന്ന് ബൻസി റവ കൊണ്ട് എങ്ങനെയാണ് ഉപ്മാവും പുട്ടും ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉപ്മാവിന് വേണ്ടി ഒരു കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യും 1 സ്പൂൺ എണ്ണയും ഒഴിച്ചു. ആദ്യം കടുക് പൊട്ടിക്കാം. ഇനി അതിലേക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ക്യാരറ്റ്, ഞാനിവിടെ സ്വീറ്റ് കോണും കൂടി എടുത്തിട്ടുണ്ട്. വേണമെന്നില്ല, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസും കൂടി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് 1 കപ്പ് റവയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ഒരു 1-2 മിനിറ്റ് റോസ്റ്റ് ചെയ്യേണ്ടി വരും. ആ റവയുടെ കളറ് ലൈറ്റ് ആവുന്ന വരെയാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. ഇനി ഈ സമയം കൊണ്ട് 2 കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാ ഇപ്പം നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. ഇനി കുക്കർ അടച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. വിസിലൊന്നും ഇടേണ്ട ആവശ്യമില്ല, വെറുതെ അടച്ചു വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. ഇതാ 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്മാവാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മാവ് റെഡിയാണ്. ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കാം. അതിനുവേണ്ടി 1 കപ്പ് റവയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് റവയിട്ട് നന്നായിട്ടത് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കളറൊന്ന് ലൈറ്റ് ആവുന്ന വരെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 1-2 മിനിറ്റ് റോസ്റ്റ് ചെയ്യേണ്ടി വരും. സാധാരണ പുട്ട് കുഴക്കുന്ന പോലെ തന്നെ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് കുഴക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടിപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒരു 3/4 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പുട്ട് റെഡിയാക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെക്കാം. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുക്കർ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇത് ഓരോ പ്രാവശ്യം പുട്ടുണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഡ്രൈ ആവും. അതുകൊണ്ട് ഓരോ പ്രാവശ്യം ഉണ്ടാക്കുന്നതിന് മുമ്പ് നോക്കുക. ഡ്രൈ ആണെങ്കിൽ വീണ്ടും നനച്ചു കൊടുക്കണം. ഇനി സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തേങ്ങയും ക്യാരറ്റുമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ റവ ഫില്ല് ചെയ്യുക. ആവിയിൽ വെക്കുക. നന്നായിട്ട് ആവി വരുമ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ പായസം ഉണ്ടാക്കാറുണ്ട് ബൻസി റവ കൊണ്ട്. അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.